ഹായ് ഓൾ. ഇന്ന് ഞാൻ എൻ്റെ രാത്രിയിലുള്ള സ്കിൻ കെയർ റുട്ടീനാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നൈറ്റിലുള്ള ഫേസ് കെയർ റുട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. കാരണം ഞാൻ എല്ലാ കാലത്തും ഒരേപോലെ അല്ല ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ നൈറ്റിൽ നമ്മൾ രാത്രിയിൽ സ്കിൻ കെയർ എന്താണ് ചെയ്യണം എന്ന് നമ്മൾ എല്ലാവരോടും പറയുമല്ലോ. അതെന്തുകൊണ്ടാണ് പകൽ സ്കിൻ കെയർ ചെയ്യണം, രാത്രി സ്കിൻ കെയർ ചെയ്യണം? അപ്പോൾ അതെന്തുകൊണ്ടാണ്? കാരണം പകൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ ഇട്ട് പ്രൊട്ടക്റ്റാണ് ചെയ്യണം. അന്തരീക്ഷത്തിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റാണ് ചെയ്യണം. രാത്രിയിൽ എന്തുകൊണ്ടാണ് നമ്മൾ സ്കിൻ സൂക്ഷിക്കണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, രാത്രിയിൽ നമ്മൾ ഈ പകലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിലെല്ലാം കിട്ടിക്കഴിയുമ്പം അത് രാത്രിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് സ്കിന്നിന് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്കിന്നിന് കുറേ കാര്യങ്ങൾ ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്കിന്നിന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ രോമകൂപങ്ങളൊക്കെ തുറന്ന് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിരുന്ന സ്കിൻ സെൽസിന് പുതിയ സ്കിൻ സെൽസ് ഉണ്ടാകാനും അത് റിജുവിനേറ്റ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ഒക്കെ പെട്ടെന്ന് സാധിക്കും. പക്ഷെ അത് നിറച്ച് അഴുക്കും പൊടിയും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പ്രവർത്തിക്കില്ല. ഇത് അതിൻ്റെ വിപരീതമായിട്ടേ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് രാത്രിയിൽ എത്ര താമസിച്ചാലും നമ്മൾ സ്കിൻ ക്ലീൻ ചെയ്തിട്ട് കിടക്കണമെന്ന് പറയുന്നത്. ചിലരൊക്കെ കണ്ടിട്ടില്ലേ, രാത്രി നല്ല കുളിച്ച് ഫ്രഷ് ആയിട്ടേ കിടക്കത്തുള്ളൂ, അല്ലെങ്കിൽ മെയിൽ കഴുകിയിട്ടേ കിടക്കത്തുള്ളൂ. അതുപോലെ നമുക്കിപ്പോൾ അതൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ മുഖമല്ലേ എപ്പോഴും എല്ലാവരും പെട്ടെന്ന് നോക്കുന്നത്. അപ്പോൾ മുഖവും കൈയും കാലും ഒക്കെ നന്നായിട്ട് സൂക്ഷിച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ സ്കിൻ സെൽസ് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുകയും സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും എല്ലാം എളുപ്പത്തിന് വേണ്ടിയും ആണ് നമ്മൾ സ്കിൻ നല്ലൊരു ക്ലീൻ ക്യാൻവാസ് ആക്കി വെക്കണം. അതിൽ കൂടെ നമ്മൾ നമ്മുടെ സ്കിൻ നറിഷ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കൊടുക്കാനുള്ളത്. കാരണം നമ്മുടെ ഒരു ഏജൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഉള്ളിൽ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് കഴിക്കാം. അപ്പോൾ വെള്ളം നിറച്ച് കുടിക്കാം. അപ്പോൾ അതൊക്കെയാണ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, രാത്രിയിൽ ഞാൻ പകൽ സാധാരണ SPF എന്ന് വെച്ചാൽ സൺസ്ക്രീനും ഒക്കെ അപ്ലൈ ചെയ്താലും രാത്രിയിൽ ഞാനെന്നും മുഖം നന്നായിട്ട് കഴുകും. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷ് ഇതാണ്. ഡോക്ടർ ഷെത്തിൻ്റെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഫേസ് വാഷാണ്. ഇത് ഇച്ചിരി മതി കഴുകാനും. ഒത്തിരി നാളായി വാങ്ങിച്ചിട്ട് തീരുന്നേ ഇല്ല, അത്രയ്ക്ക് ഉണ്ട് അതിൽ. അപ്പോൾ കുറച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല വിലയും കുറവാണ് കേട്ടോ. അപ്പോൾ ഇത് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. ഇതിട്ട് നന്നായി കഴുകിയതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണർ ആപ്ലിക്കേഷനാണ്. ടോണർ എപ്പോഴും നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്, നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുള്ള ടോണർ ഇന്ന് അവൈലബിൾ ആണ് കൂടുതൽ. അതായത് ഇപ്പോൾ ആൻറ്റി ഏജിങ് ആണെങ്കിലോ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലോ അതനുസരിച്ചൊക്കെയുള്ള ടോണേഴ്സൊക്കെ കിട്ടും. പക്ഷേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന റോസ് വാട്ടർ തന്നെയാണ്. അപ്പോൾ ടോണറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. ഈ റോസ് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് സ്പ്രേ ആണ്, നല്ലൊരു മണവുമാണ്. എപ്പോഴും എന്തെടുത്താലും ഒന്ന് കുലുക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഈ ടോണറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഈ ടോണർ നല്ല മണമാണ് റോസിൻ്റെ, കാരണം ഇത് ഡിസ്റ്റിൽഡ് ആണ്, റോസിൽ നിന്ന് എടുത്തതാണ്. ആമസോണിലൊക്കെ കിട്ടും. ഞാൻ വാങ്ങിക്കണം മിക്ക സാധനം ആമസോണിലൊക്കെ കിട്ടുന്നത് തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാം, എനിക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതങ്ങ് അബ്സോർബ് ചെയ്തതിന് ശേഷം അതിനൊരു 2 മിനിറ്റ് കൊടുക്കുക. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ അതെല്ലാം അങ്ങ് അബ്സോർബ് ആവും. അതിനുശേഷം ഞാൻ അതായത് ഒരു രണ്ടാഴ്ച മുമ്പ് വരെ ഞാൻ അപ്ലൈ ചെയ്ത കാര്യമാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തത് ഈ ലോറിയലിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഈ സിറമാണ് ഞാൻ യൂസ് ചെയ്തത്. ഗ്ലൈക്കോളിക് ബ്രൈറ്റ് എന്ന് പറഞ്ഞ സിറം. ഈ സിറം യൂസ് ചെയ്ത് തീർന്നു, അതുകൊണ്ടാണ് ഞാൻ തുറന്ന് കാണിക്കാത്തത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞു ഒരു 2 മിനിറ്റ്സ്. അത് സിറം എപ്പോഴും അപ്ലൈ ചെയ്യണം, ഇട്ട് തേച്ച് പിടിപ്പിക്കേണ്ട. സിറം കുറച്ചൊരു ഡ്രോപ്പായിട്ട് ഇത് ഫില്ലറിലെടുത്ത് ഡ്രോപ്പായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് വേണം കയറ്റാനായിട്ട് സ്കിന്നിൻ്റെ അകത്തോട്ട്. അത് കഴിഞ്ഞ് ഒരു 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ഗ്ലൈക്കോളിക് ബ്രൈറ്റിൻ്റെ തന്നെ ക്രീമുണ്ട്. അതാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. നല്ല ക്രീമാണ് കേട്ടോ. ഇത് ലോറിയലിൻ്റെയാണ്, നല്ല ക്രീമാണ്. അതും തീർന്നു. ഞാൻ ഇട്ട് പരീക്ഷിച്ച് നോക്കിയതാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതും തീർന്നു. അതിന് ഇച്ചിരിയേ ഉള്ളൂ, ആ സൈഡ്സിലൊക്കെ ഉള്ളതേ ഉള്ളൂ, കണ്ടോ, ഇച്ചിരിയേ ഉള്ളൂ. ഇത് പക്ഷേ നല്ല ക്രീമാണ്. ഇത് മാത്രമായിട്ടും ഇടാം. അപ്പോൾ സിറം നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും ഇത് മാത്രമായിട്ട് വാങ്ങിച്ചിട്ടാൽ നല്ലതാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ മുഖത്തൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും. നമുക്ക് ഒരു ഡൾനെസ് അല്ല, നല്ലൊരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫീൽ ചെയ്യും. ഇത് നല്ലൊരു ക്രീമാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇപ്പം 2 ആഴ്ച മുമ്പേ വരെ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ അത് കഴിഞ്ഞ് എനിക്കിവിടെ നല്ലൊരു കറുപ്പ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു സ്കിൻ ഡോക്ടറിനെ പോയി കണ്ടായിരുന്നു. അപ്പോൾ അവർ തന്ന 2 ക്രീംസാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഡോക്ടർ തന്നതാണ്. പക്ഷേ അത് ഒന്ന് മുഖത്തിലേക്കും ഒന്ന് കഴുത്തിലേക്കാണ്. എനിക്ക് കഴുത്തിൽ നല്ല കറുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ഫെയ്ഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അത് ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇതാണ് ഫേസിലേക്കുള്ള ഈ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള ക്രീമാണ്. ഇത് ഫേസ് മുഴുവൻ ഇടാം. അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് അണ്ടർ ഐസിൽ ഇവിടെ ഇടാവോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ചെറിയ ലൈറ്റായിട്ട് ഈ ക്രീം തന്നെ ഞാൻ എടുത്ത് കണ്ണിൻ്റെ ചുറ്റാകെയും കുറച്ചൊന്ന് മേളിലും കൊടുത്ത് ഇടാറുണ്ട്. ഇത് ലൂമി വോയിഡ് എന്ന് പറഞ്ഞ ഒരു ക്രീമാണ്, ഫേസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അവർ തന്നതാണ്. ഇത് പക്ഷേ എനിക്ക് മാറ്റമുണ്ട് കേട്ടോ, ഇതിവിടെയൊക്കെ മാറ്റമുണ്ട് എനിക്ക്. ഇതിട്ട് ഞാനൊരു 10 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇതിട്ട് ഒരു 10 മിനിറ്റ്സ്, കാരണം ഇതിൻ്റെ ഫുള്ള് അബ്സോർബ് ചെയ്ത് പിടിക്കണമല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു 10 മിനിറ്റ്സ് ഇതിന് വെയിറ്റ് ചെയ്തതിന് ശേഷം സിറ്റാഫിലിൻ്റെ ഈ മോയ്സ്ചറൈസർ ഞാൻ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇട്ടിട്ട് കിടക്കും. കാരണം എന്താ വെച്ചാൽ ഈ ക്രീം ഇച്ചിരി ഒരു ഡ്രൈനെസ് ഉണ്ട്. ഡ്രൈനെസ് എന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഇല്ല ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്, ഉടനെ അല്ല, ആ സിറ്റാഫിലിൻ്റെ കുറച്ച് മോയ്സ്ചറൈസർ കയ്യിലെടുത്ത് ഫിംഗേഴ്സിൽ തേച്ചിട്ട് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നല്ലൊരു മയം കാണും നമ്മുടെ മുഖത്തിന്. പിന്നെ അതുപോലെ തന്നെ ചുണ്ടിൽ ലിപ് ബാം ഉപയോഗിക്കും. ലിപ് ബാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതായാലും ഉപയോഗിച്ചാൽ മതി. ലിപ് ബാം ഉപയോഗിക്കും. അതും കഴിഞ്ഞിട്ട് കഴുത്തിലേക്ക് വേണ്ടിയിട്ട് ഡോക്ടർ എനിക്ക് എഴുതി തന്നതാണ് ഈ ക്യൂട്ടിക്കാൻ്റെ ഈ ഒരു ക്രീം. ഈ ക്രീം ആണ് ഇപ്പം ഞാൻ കഴുത്തിലിടുന്നത്. കഴുത്തിൽ നിറച്ച് കറുപ്പായിരുന്നു, ഇപ്പോൾ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെയും ഒരുപാട് ക്രീമുകളൊക്കെ മാർക്കറ്റിൽ കിട്ടും. അത് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടിട്ടാൽ മതി. ഇതാണ് ഞാനിടുന്ന കഴുത്തിലിടുന്ന ക്രീം. ഇത് രാത്രി മാത്രമേ ഇടാവൂ. ആ മരുന്നും, അതായത് ഫേസിലിടുന്നതും രാത്രി മാത്രമാണ്. ഇതും രാത്രി മാത്രമാണ്. ഇത് പകലല്ല. ഇത് രണ്ടും പകലല്ല, രാത്രി മാത്രമാണ് യൂസ് ചെയ്യണം. പകൽ രാവിലെ എണീച്ച് നമ്മൾ മുഖമെല്ലാം ഫ്രഷ് ആയതിനു ശേഷം നമുക്കിഷ്ടമുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് നമുക്ക് പകലങ്ങനെ കൊണ്ടുപോകാം. എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത്. ഇതിപ്പോൾ ഞാൻ രാത്രിയിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് എൻ്റെ രാത്രി സ്കിൻ കെയർ റൂട്ടീൻ. പിന്നെ സപ്ലിമെൻറ്റ്സ് കഴിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സപ്ലിമെൻറ്റ് ഞാൻ കഴിക്കും. വൈറ്റമിൻ ഇ കഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാനൊരു ആഴ്ചയൊരിക്കോ അല്ലെങ്കിൽ ആഴ്ചയൊരിക്കൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. മിനിമലിസ്റ്റിൻ്റെ മൾട്ടി പെപ്റ്റൈഡ് എന്നാണ്, മൾട്ടി പെപ്റ്റൈഡ് സിറം. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ആഴ്ച ഒരു ദിവസമൊക്കെ ഞാൻ ഉപയോഗിക്കും. എനിക്കിത് അത്ര എൻ്റെ സ്കിന്നിന് ഇത് ഇടുമ്പോഴത്തേക്ക് കുറച്ച് ഡാർക്കനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഡാർക്ക്നെസ് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അത്ര ഉപയോഗിക്കില്ല. പക്ഷേ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആൻറ്റി റിങ്കിൾ ഫ്രീ ആണ്. റിങ്കിൾസ് ഇല്ലാതാക്കാനും, അതായത് ഫെയ്ഡ് ചെയ്യാനും ഒരുപാട് റിങ്കിൾസ് വരാതിരിക്കാനും ഒക്കെ ഇത് സഹായിക്കും. ഇത് മൾട്ടി പെപ്റ്റൈഡ് 10% മിനിമലിസ്റ്റിൻ്റെ ക്രീമാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആഴ്ച ഒരിക്കലൊക്കെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരേ രീതിയിലല്ല എപ്പോഴും പോണേ. ഞാനിങ്ങനെ മാറ്റി ക്ലൈമറ്റും അന്തരീക്ഷവും ഒക്കെ അനുസരിച്ച് ഞാനത് മാറിയും തിരിച്ചുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഇതുപോലെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ സ്കിന്നിന് അപ്പോഴെന്താണ് വേണ്ടിയത് അതനുസരിച്ച് വേണം ചെയ്യാൻ. അതിനനുസരിച്ച് നിങ്ങൾ ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, വെള്ളം കുടിക്കുക. ഒരുപാട് വിലയുള്ള ഫുഡൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നല്ല ഫുഡുകളുണ്ട്, ചെറിയ വിലയ്ക്കുള്ള, അതെല്ലാം കഴിക്കുക. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സ്കിന്നൊക്കെ ആരോഗ്യമൊക്കെ ഒരു പരിധി വരെ പോവും. പിന്നെ അതുപോലെ കയ്യിലും കാലിലും ആയിരുന്നാലും ബോഡി ക്രീംസ് കിട്ടും. ബോഡി ക്രീംസ് നല്ലവണ്ണം കയ്യിലും കാലിലും, കാരണം കൈക്കും കാലിനുമാണ് ആദ്യം ഡ്രൈനസ് ഉണ്ടാകുന്നത്. അപ്പോൾ കൈക്കും കാലിനും ഒക്കെ നല്ലവണ്ണം ക്രീം ഇടുക. ക്രീം ഇട്ടില്ലെങ്കിലും നല്ല ചെറിയ ലൈറ്റായിട്ടുള്ള ഓയിൽസ് കിട്ടും, ഓയിൽസ് ഇടുക. അതായാലും മതി. അങ്ങനെ കയ്യിലും കാലിലും മുഖവും ഒക്കെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമുക്ക് എത്ര ഏജ് ആയാലും അത്ര ഏജ് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം, നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ.